നാളെ മുതൽ ജോലിക്ക് പോകുമ്പോ ഒരു MD-ക്ക് ചേർന്ന രീതിയിൽ ഞാൻ ഡ്രസ്സുകൾ ഇടണ്ടേ? അതുകൊണ്ട് ജോലിക്ക് ചേർന്ന അന്ന് തന്നെ കുറച്ച് സാലറി അഡ്വാൻസ് ചെയ്തു. അത് പിന്നെ മാസം സാലറി വരുമ്പോ അതിന് മൈനസ് ചെയ്തോളൂ. അത് കൊള്ളാലോ. എന്നാലും നീ സാലറി അഡ്വാൻസ് കിട്ടിയിട്ട് ഞങ്ങൾക്ക് ആർക്കും ഒന്നും വാങ്ങിയില്ലേ? അതൊക്കെ സാലറി കിട്ടുമ്പോ നോക്കിക്കോ. ഞാൻ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം പോലെ സാധനങ്ങൾ വാങ്ങി തരില്ലേ? അമ്മയുടെ മോളെ എവിടെയാ വർക്ക് ചെയ്യുന്നെന്ന് വെച്ചാ കേരളത്തിൽ തന്നെ ലീഡിംഗ് ചാനലല്ലേ. അക്ഷിതേ, നീ വെറുതെ വേണ്ട ചെറിയച്ച. എനിക്ക് പല ഓഫറുകളും താര മേഡം തരുന്നുണ്ട്. അതൊക്കെ എന്റെ ജോലിയിലെ പെർഫോമൻസ് കണ്ടിട്ട് ഓരോ മാസവും ആഡഡ് ആവുമെന്നാ പറഞ്ഞ. കിട്ടിയത് തന്നെ. പലരും കമ്പനി കൊണ്ടുപോയി നമ്മൾ പ്യൂണിന്റെ ജോലി തൊട്ട് പഠിച്ചു വരണമെന്ന് പറയുന്ന പഴയ രീതിയൊന്നും അല്ല ഇത്. മാനേജ്മെന്റ് തലത്തില് കഴിവുള്ളവരെ കൊണ്ടുവന്ന് കമ്പനിയെ ഒന്നാമതെത്തിക്കുന്ന പുതിയൊരു രീതിയാണ്. അല്ലെങ്കിൽ ഈ കാലത്ത് കഴിവുള്ള ആരെങ്കിലും ഈ അടിമപ്പെടുത്തി പോവോ? അതെ. വേണ്ട വേണ്ട, താൻ പറയാനുള്ളവരെ നേരത്തെ പറഞ്ഞതല്ലേ. നമ്മൾ ഇടപെടണ്ട. അക്ഷിതയുടെ സീന. അഷി, നിനക്ക് നല്ലൊരു ജോലി കിട്ടിയതില് എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ നീ ഇപ്പൊ ചെന്ന് കയറിയിരിക്കുന്നത് അപകടത്തിന്റെ ചതിക്കുഴിയില. അവിടുന്ന് തിരിച്ചു കയറാൻ പറ്റില്ല. ഒരിക്കൽ പെട്ടുപോയാൽ രക്ഷപ്പെടാനും പാടാണ്. പക്ഷെ നീ ഭയക്കണ്ട, നിനക്കൊന്നും സംഭവിക്കില്ല. ചെന്നുപെട്ട സ്ഥലം ശരിയല്ലെങ്കിലും നിന്നെ എല്ലാവരും എന്റെ അനിയന്റെ ഭാര്യയായിട്ടേ കാണും. പിന്നെ പൂർണിമയുടെ തണലിൽ നീ എന്നും സേഫാണ് അക്ഷിത.